സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലെന്ന CAG റിപ്പോർട്ട്. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പുകൾ കൂടി കടത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയാൽ GSDPയുടെ 37.84%. 2019-20 സാമ്പത്തിക വർഷം മുതൽ 2023-24 വരെ റവന്യൂ ചെലവ് കുത്തനെ ഉയർന്നു. സംസ്ഥാനത്തെ ശിശു സംരക്ഷണ പദ്ധതികളിൽ വീഴ്ചയുണ്ടെന്നും CAG റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. എന്നാൽ CAG റിപ്പോർട്ടിനോട് ധനമന്ത്രി KN ബാലഗോപാൽ വിയോജിപ്പ് രേഖപ്പെടുത്തി. ശ്രീജിത്താണ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്? ഉന്മേഷ്, ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച സംസ്ഥാനത്തെ പൊതു സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച CAG റിപ്പോർട്ടിലാണ് സംസ്ഥാനത്തെ സാമ്പത്തിക അവസ്ഥ കനത്ത ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്ന കാര്യം പരാമർശിക്കുന്നത്. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പുകൾ കടത്തിൻ്റെ ഭാഗമായി കൂടി പരിഗണിച്ചാൽ GSD മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 37.84% ആകും. ഈ സാമ്പത്തിക പ്രവണത കണക്കെടുത്താൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് കനത്തതാണ്. സംസ്ഥാനത്തെ റവന്യൂ ചെലവ് ഗണ്യമായി വർദ്ധിക്കുന്നു. 2019-20 സാമ്പത്തിക വർഷം മുതൽ 2023-24 സാമ്പത്തിക വർഷം വരെ റവന്യൂ ചെലവ് കുത്തനെ ഉയർന്നിട്ടുണ്ട്. ആകെ ചെലവിൻ്റെ 5.18% മാത്രമാണ് മൂലധന ചെലവ്. അതായത് റവന്യൂ ചെലവിൻ്റെ ഗണ്യമായ ഭാഗവും ശമ്പളവും പെൻഷനും കടത്തിലെ തിരിച്ചടവിനും മറ്റും വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി സംസ്ഥാനത്തിൻ്റെ പൊതു സാമ്പത്തിക ചിത്രം ഇതാണ്. അന്നൊക്കെയുള്ള CAG റിപ്പോർട്ടുകളിലും സമാനമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഓഫ് ബജറ്റ് കടമെടുപ്പ്, അതായത് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് സ്രോതസ്സുകളായ കിഫ്ബിയുടെയും ഒപ്പം തന്നെ പെൻഷൻ കമ്പനിയുടെയും വായ്പകൾ സംസ്ഥാനത്തിന് ഭാരമായി മാറുന്നുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം കടങ്ങളെല്ലാം ബജറ്റിന് പുറത്തായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ബജറ്റ് പണം ഉപയോഗിച്ചാണ് ഈ കടമെല്ലാം തിരിച്ചടയ്ക്കുന്നത് എന്നും CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓഫ് ബജറ്റ് കടമെടുപ്പ് സർക്കാരിന് ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണിയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ നിരീക്ഷണത്തോട് ഉള്ള വിയോജനക്കുറിപ്പും ഈ CAG റിപ്പോർട്ടിനൊപ്പം ധനമന്ത്രി KN ബാലഗോപാൽ രേഖപ്പെടുത്തി. ഇത് ആകസ്മികമായ ബാധ്യത മാത്രമാണ്. പെൻഷൻ കമ്പനിയുടെയും മറ്റും വായ്പകളെല്ലാം സർക്കാർ കൃത്യമായി തിരിച്ചടയ്ക്കുന്നുണ്ട് എന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം. ഇതോടൊപ്പം തന്നെ CAG റിപ്പോർട്ടിൽ ഇന്ന് ഈ സംസ്ഥാനത്തെ ശിശു മേഖലയുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ ശിശു സംരക്ഷണ പദ്ധതികൾ വീഴ്ചയുണ്ടെന്ന് CAG ചൂണ്ടിക്കാണിക്കുന്നു. 165 ശിശു പരിപാലന കേന്ദ്രങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കിയിട്ടില്ല. റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിലും കാലതാമസം വരുത്തിയെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.